കേരളത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ ചൊല്ലിയുള്ള പ്രക്ഷോഭം ശക്തമാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ആളുകൾക്കെതിരെ നടപടി വേണം എന്ന് ഒരു ഭാഗത്ത് മുറവിളി ഉയരുന്നുണ്ട്. അതോടൊപ്പം റിപ്പോർട്ടിന് പുറത്തുള്ള ചില പരാതികളിൽ കൂടി ശക്തമായ നടപടി ഉണ്ടാകണം എന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട്. എല്ലാ പാർട്ടികളും പ്രതിഷേധ രംഗത്തുണ്ട്. സ്ത്രീപക്ഷ പ്രവർത്തകർ ആഞ്ഞടിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം കഥയല്ല. ഇന്ത്യയിലെമ്പാടും തൊഴിലിടത്ത് മാന്യമായി ജോലിയെടുക്കാനുള്ള സ്ത്രീകളുടെ ആവശ്യം മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. കൊൽക്കത്തയിൽ ഒരു യുവ ഡോക്ടറാണ് ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അവിടെയും നീതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം വലിയ തോതിൽ നമ്മൾ കണ്ടു. അത് രാജ്യമെങ്ങും അലയടിച്ചു. ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷമാണ് ആ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടത് എന്നതുകൂടി പുറത്തു വന്നതോടുകൂടി ശക്തമായ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു. ഇപ്പോൾ സ്ത്രീകളുടെ മറ്റൊരു പ്രതിഷേധം ഉയരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അവിടെ പക്ഷേ സ്ത്രീകൾ പൊരുതുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള നിയമങ്ങളെ കുറെ കൂടി കടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പുണ്യവും തിന്മയും എന്ന തരത്തിലുള്ള ഈ നിയമം സ്ത്രീകൾക്ക് വലിയ പരിമിതികളാണ് സൃഷ്ടിക്കുന്നത്. സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാവൂ, മുഖം കാണിക്കരുത് എന്ന നിയമം നേരത്തെ ഉണ്ട്. അത് കൂടുതൽ കർക്കശമാവുകയാണ്. അതുപോലെ കട്ടി കുറഞ്ഞതോ ഇറക്കം കുറഞ്ഞതോ ഇറുകിയതോ ആയ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കാൻ പാടില്ല എന്ന നിയമം ശക്തമായി അഫ്ഗാനിസ്ഥാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ശബ്ദം കേട്ടുകൂടാ പുറത്ത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾ സ്ത്രീകളുടെ ശബ്ദം വീട്ടിനകത്തു മാത്രമേ കേൾക്കാവൂ. അവർക്ക് അറിയാത്ത പരിചയമില്ലാത്ത ആളുകൾക്ക് മുന്നിൽ സ്ത്രീകളുടെ ശബ്ദം ഉയരാൻ പാടില്ല. അതുപോലെ അന്യ പുരുഷന് മുഖം കാണിക്കരുത്, അന്യപുരുഷനോട് സംസാരിക്കരുത്. അങ്ങനെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള അങ്ങേയറ്റത്തെ കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിയമമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപരിചിതരുമായി മിണ്ടരുത്. മാത്രവുമല്ല, സ്ത്രീകൾ അമുസ്ലിങ്ങളായ സ്ത്രീകളോട് ഒരു കാരണവശാലും മിണ്ടരുത് എന്നുകൂടി നിയമം പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയരുന്നു. കേരളത്തിലെ പോലെ അങ്ങനെ സ്ത്രീകൾക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാവുന്നൊരിടമല്ല അഫ്ഗാനിസ്ഥാൻ എന്ന് നമുക്കറിയാം. അപ്പോൾ തങ്ങളുടെ ശബ്ദം പോലും പുറത്തു കേൾക്കരുത് എന്ന് പറഞ്ഞതിനെതിരെ അഫ്ഗാനിലെ വനിതകൾ പാട്ടുപാടിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഈ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അഫ്ഗാനിസ്ഥാനകത്തുള്ള ചില സ്ത്രീകൾ തന്നെ രംഗത്തെത്തി പാട്ടുകൾ പാടി പ്രതിഷേധിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടോടിയ നൂറുകണക്കിന് സ്ത്രീകൾ ഈ പാട്ടിനോടൊപ്പം ചേർന്ന് പാടും. അങ്ങനെ ഈ പാട്ട് നമ്മുടെ ഇൻ്റർനെറ്റിലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും അങ്ങനെ പടരുകയാണ്. ഒരു പ്രതിഷേധ ജ്വാലയായി പടരുകയാണ്. ഇതിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഈ കാടൻ നിയമങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കാടത്ത നിയമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. പക്ഷേ സ്ഥലം അഫ്ഗാനിസ്ഥാനാണ്. അവിടുത്തെ നിയമം നടപ്പിലാവുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവസരമില്ലാത്തൊരു നാടായി അഫ്ഗാനിസ്ഥാൻ മാറി. അവിടെയാണ് ഈ പ്രതിഷേധം വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ആ പോരാട്ടത്തെ എത്ര അംഗീകരിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെയുള്ള സ്ത്രീകൾ ഇപ്പോൾ ഈ പോരാട്ടത്തിനൊപ്പം നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുണ അറിയിക്കുകയാണ്. പക്ഷേ മാറ്റമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പ്രതിഷേധം കനക്കുമ്പോൾ ഒരു ദിവസം കാര്യങ്ങൾ മാറിയേ പറ്റും. ഈ താലിബാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. സോവിയറ്റ് റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതോടുകൂടിയാണ് ഇത്തരം തീവ്രവാദ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടങ്ങിയത്. തീവ്രവാദികളെ പരിശീലിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചത് ISI ആണ്. ഈ ചാരസംഘടനയുടെ പിൻബലത്തോടു കൂടിയാണ് അവിടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ആദ്യം ആരംഭിച്ചത്. താലിബാൻ എന്നാൽ വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥമെന്ന് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ പുരോഗമന ആശയമുള്ളവരായിരിക്കും അവർ എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു കാണും. എന്നാൽ ഇത്ര പിന്തിരിപ്പൻ നിലപാടുകളുള്ളവർ ലോകത്ത് ഇനിയും നിലനിൽക്കുന്നുവെന്നത് ആശ്ചര്യമായാണ് പലർക്കും തോന്നുന്നത്. എന്നാൽ റഷ്യയുടെ പതനത്തോടുകൂടി കാര്യങ്ങളൊക്കെ മാറി. 96 മുതൽ 2001 വരെ അഫ്ഗാനിസ്ഥാനിലെ 75% പ്രദേശം
ഈ താലിബാൻ്റെ കൈകളിലായിരുന്നു. അന്ന് കടുത്ത നിയമങ്ങളാണ് താലിബാൻ അവിടെ നടപ്പിലാക്കിയത്. എന്നാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതോടുകൂടി അമേരിക്ക ശക്തമായി ഇടപെട്ടു. ആ ഇടപെടൽ താലിബാനെ കുറേ കാലം അധികാരത്തിൽ നിന്ന് പുറത്താക്കി. നീണ്ട 20 വർഷം അഫ്ഗാനിസ്ഥാനിൽ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾക്ക് ഒരു മുൻതൂക്കം ലഭിച്ചു. എന്നാൽ 2021 താലിബാൻ വീണ്ടും ശക്തമായി മടങ്ങിയെത്തി. അവർ അവരുടെ പഴയ നിയമങ്ങൾ ഓരോന്നായി കൊണ്ടുവന്നു. എന്നാൽ പഴയകാല താലിബാനിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും പുതിയ താലിബാൻ സർക്കാർ എന്ന് പലരും പ്രതീക്ഷിച്ചു. ലോകം മാറിയ സാഹചര്യത്തിൽ കുറെ കൂടി പുരോഗമന ആശയങ്ങൾ അവർ ഉൾക്കൊണ്ടേക്കും എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു. പക്ഷേ താലിബാൻ അധികാരത്തിലെത്തിയ നിമിഷം മുതൽ അവിടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. സ്ത്രീകൾ പഠിക്കണ്ട എന്നതാണ് അവിടുത്തെ സർക്കാരിന് ഉള്ള നിലപാട്. 6ാം ക്ലാസ്സിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്കും വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് അവർ പറയുകയും ചെയ്തു. തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകളെ വിലക്കി. സ്ത്രീകൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവരെ പറഞ്ഞുവിടുകയും അവിടെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വിചിത്രമായ കഥകൾ പോലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കേട്ടു. ഇപ്പോൾ ഇതാ ആ നിയമങ്ങൾ കൂടുതൽ കർക്കശമാവുകയാണ്. സ്ത്രീകളുടെ ശബ്ദം പോലും പുറത്തു കേൾക്കരുത് എന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ചില സ്ത്രീകളെങ്കിലും സ്വീകരിക്കുന്നു. അവർ അതിനെതിരെ പാട്ടുപാടി ശക്തമായി വരുന്നു. ഒരു സ്ത്രീയായി ജനിച്ചു എന്നൊരൊറ്റ കുറ്റം മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഇവരുടെ പ്രതിഷേധം ഒരു മാറ്റത്തിന് വഴിവെക്കുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അത് ഒരു മാറ്റത്തിന് വഴിവെച്ച് മതിയാകും. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ വൈവിധ്യമാർന്ന മേഖലകളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ, ബഹിരാകാശ രംഗത്ത്, ചലച്ചിത്ര മേഖലയിൽ, അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തലങ്ങളിൽ അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെടുത്തിക്കൊണ്ടവർ മുന്നേറുകയാണ്. ഇന്ത്യക്ക് ആ കാര്യത്തിലൊക്കെ അഭിമാനിക്കാം. ഇവിടെ സൈനിക രംഗത്ത് സ്ത്രീകളുടെ പ്രകടനം കണ്ട് നമ്മൾ പലരും കൈയടിച്ചവരാണ്. വലിയ ബറ്റാലിയനുകളെ നയിച്ച് റിപ്പബ്ലിക് ദിന പരേഡുകൾ കണ്ട് നമ്മൾ ഈ സ്ത്രീകളുടെ കരുത്തിനെ വാഴ്ത്തിയവരാണ്. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും നയിക്കുന്ന സ്ത്രീകൾ ഇന്ത്യയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. നാരീശക്തി എന്ന് ഉദ്ഘോഷിക്കുന്നവരാണ്. എന്നിട്ടും ഇവിടെ സ്ത്രീകൾക്കെതിരെ ശക്തമായ അക്രമങ്ങൾ നടക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ യാതൊരുവിധ പരിരക്ഷയുമില്ലാത്ത നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാനേ ഉള്ളൂ. സ്ത്രീകളുടെ ശബ്ദം പോലും പുറത്തു കേൾക്കരുത് എന്നാഗ്രഹിക്കാൻ ഒരു ഭരണകൂടത്തിന് എങ്ങനെ കഴിയുന്നു എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുന്നത്. ഇങ്ങനെ മാറുന്നൊരു ലോകത്ത് നിശബ്ദരായി ഇരിക്കേണ്ടവരല്ല സ്ത്രീകൾ എന്നുള്ള ഒരു ശക്തമായ ശബ്ദമാണ് ഈ പാട്ടുകൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.